നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററിന്റെ ഒരു മാസത്തെ വാടക നൽകാൻ 50 ലക്ഷം അധിക ഫണ്ടായി അനുവദിക്കുന്നത് ട്രഷറി നിയന്ത്രണങ്ങൾക്കിടെയാണ്. 80 ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വാടക. ഒക്ടോബർ നവംബർ മാസത്തെ കുടിശ്ശിക കൊടുക്കാനാണ് ഈ അധിക ഫണ്ട്. നിത്യച്ചെലവിന് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് ഈ തുക അനുവദിക്കുന്നത്. പൈലറ്റ് ഉൾപ്പെടെ 11 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഹെലികോപ്റ്ററാണ് സർക്കാർ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. ഹെലികോപ്റ്ററിന്റെ വാടക നൽകാൻ പോലീസിന്റെ ബജറ്റ് ശീർഷകത്തിൽ 30 ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. വാടക നൽകാൻ 50 ലക്ഷം അധിക ഫണ്ട് വേണമെന്ന് ഡിസംബർ 4-ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. പണം ഉടൻ അനുവദിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ആഭ്യന്തര വകുപ്പ് അധിക ഫണ്ട് ആവശ്യപ്പെട്ട് ധനവകുപ്പിനെ സമീപിക്കുകയായിരുന്നു. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി 50 ലക്ഷം രൂപ അധിക ഫണ്ട് അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കുകയും ചെയ്തു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ മുൻകൂർ അനുമതി വേണം. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയതുകൊണ്ട് ഹെലികോപ്റ്റർ വാടക ചിപ്സൺ ഏവിയേഷന് ലഭിക്കും. ഒക്ടോബർ 20 മുതൽ നവംബർ 19 വരെയുള്ള വാടകയാണ് സർക്കാർ അനുവദിച്ചത്. 2 മാസത്തെ ഹെലികോപ്റ്റർ വാടക കുടിശ്ശികയായിരുന്നു. ഇതിൽ ഒരു മാസമാണ് നൽകുന്നത്. നവംബർ 20 മുതൽ ഡിസംബർ 19 വരെയുള്ള വാടക കുടിശ്ശിക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ചിപ്സൺ ഏവിയേഷൻ പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കത്ത് ഉടൻ സർക്കാരിലേക്ക് കൈമാറും. ഇതും ഉടൻ അനുവദിക്കേണ്ടി വരും. 80 ലക്ഷം വാടകയ്ക്ക് 25 മണിക്കൂർ പറക്കാം. തുടർന്നുള്ള ഓരോ മണിക്കൂറിനും 9000 രൂപ അധികം നൽകണം. ഒരു വർഷം ഹെലികോപ്റ്റർ വാടകയ്ക്ക് വേണ്ടത് 9.6 കോടി രൂപയാണ്. ഉപയോഗം കൂടിയാൽ തുക ഉയരും. മാസം 25 മണിക്കൂറിനെ തുടർന്നുള്ള ഓരോ മണിക്കൂറിനും 9000 രൂപ അധികം നൽകണമെന്നാണ് വ്യവസ്ഥ. മുഖ്യമന്ത്രിയുടെ അടിയന്തര യാത്രാ ആവശ്യങ്ങൾക്ക് പുറമെ മാവോവാദി നിരീക്ഷണം, ദുരന്ത മേഖലകളിലെ ദുരിതാശ്വാസ പ്രവർത്തനം തുടങ്ങി പോലീസിന്റെ ആവശ്യങ്ങൾക്കും ഹെലികോപ്റ്റർ ഉപയോഗിക്കും. 3 വർഷത്തേക്കാണ് കരാർ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. എന്നാൽ തീരുമാനത്തിൽ ഉറച്ചു തന്നെ സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. ഒന്നാം പിണറായി സർക്കാർ പവൻ ഹംസ് കമ്പനിയിൽ നിന്ന് 22.21 കോടി രൂപ ചെലവഴിച്ചായിരുന്നു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരുന്നത്. പക്ഷേ കാര്യമായ പ്രയോജനം അന്ന് ഉണ്ടായിരുന്നില്ല. അതോടെ കരാർ പുതുക്കിയതുമില്ല. തുടർന്ന് കഴിഞ്ഞ മാർച്ച് 2-നാണ് പുതിയ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ചിപ്സൺ ഏവിയേഷൻ എന്ന സ്വകാര്യ കമ്പനിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകുന്നത്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏവിയേഷൻ കമ്പനിയാണ് ചിപ്സൺ. അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ബജറ്റിൽ ലീവ് സറണ്ടർ നിലനിർത്താൻ നീക്കമെന്നാണ് റിപ്പോർട്ട്. സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരുമായി ധനമന്ത്രി ബാലഗോപാൽ നടത്തിയ പ്രീ ബജറ്റ് ചർച്ചയിലാണ് ഇത്തരമൊരു നിർദ്ദേശം ഉയർന്നു വന്നത്. ഒരു മാസത്തെ ശമ്പളമാണ് ലീവ് സറണ്ടറായി ലഭിക്കുന്നത്. ബാലഗോപാൽ ധനമന്ത്രിയായതിനു ശേഷം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ലീവ് സറണ്ടർ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. 6 ഗഡു DA കുടിശ്ശികയാണ്. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര ജീവനക്കാർക്ക് 2024 ജനുവരി മുതൽ ലഭിക്കേണ്ട 1 ഗഡു DA നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കുമെന്നും സൂചനയുണ്ട്. അതോടെ കേരളത്തിൽ 7 ഗഡു DA കുടിശ്ശികയാകും. ഇതെല്ലാം ജീവനക്കാർക്കിടയിൽ ആശങ്കയായി മാറുന്നുണ്ട്. അതിനിടെ പെൻഷൻ പ്രായം ഉയർത്തുമോ എന്ന ചർച്ചയും ഉയരുന്നുണ്ട്. നന്ദി.